എന്നാൽ ശബരിമലയിലെ ഒരു പ്രവർത്തനങ്ങൾക്കും നടപടിക്കും ഒട്ടും സുതാര്യതയില്ല. പറയുന്നത് ഞാനല്ല, കോടതി കൂടിയാണ്. ഹൈക്കോടതിയുടെ കൂടി കണ്ടെത്തലാണത്. സ്വർണ്ണപ്പാളി വിവാദം തുടങ്ങിയപ്പോഴാണ് കോടതിയുടെയും അല്ലെങ്കിൽ മാധ്യമങ്ങളുടെയും ഒക്കെ ഒരു ശ്രദ്ധ ശബരിമലയിലെ പല കാര്യങ്ങളിലേക്കും നീളുന്നത്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷണത്തിന് ഹൈക്കോടതി തന്നെ സ്വമേധയാ ഉത്തരവിട്ടിരിക്കുന്നു. വിരമിച്ച ഒരു ജഡ്ജിയാണ് സംഭവം അന്വേഷിക്കുക. സ്ട്രോങ് റൂമിലെ ഉൾപ്പെടെ വസ്തുക്കളുടെ കണക്കെടുക്കും. അങ്ങനെ നീളുന്നു. ഹൈക്കോടതി അല്പസമയങ്ങൾക്ക് മുൻപ് പരാമർശിച്ച പല കാര്യങ്ങളും. ശബരിമലയിൽ ഇത്തരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ശബരിമല ദേവസ്വം ബോർഡിന്റെ ഇത്തരം അലംഭാവങ്ങൾ, പ്രവർത്തനങ്ങളുടെ അലംഭാവങ്ങൾ എങ്ങനെ വിലയിരുത്താം രാജഗോപാൽ സാർ? ഒറ്റവാക്കി ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമായി. മലമുകളിൽ ഇരിക്കുന്ന ശബരിമല ധർമ്മശാസ്താവിനെ കാക്കുന്നത് രണ്ടാളുകളെ ഉള്ളൂ. ഒന്ന്, അവിടെ എത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തരും. രണ്ടാമത്, കേരള ഹൈക്കോടതിയിലെ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ചിലിരിക്കുന്ന ജഡ്ജിമാരും. അല്ലേ? അതാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് വ്യക്തമാകുന്നത്. മറ്റുള്ളവർക്കൊന്നും അറിയില്ലെന്നാണ് പറയുന്നത്. എന്ത് ചോദിച്ചാലും അറിയത്തില്ല. ക്ഷേത്രത്തിന്റെ കസ്റ്റോഡിയന്മാരായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ചോദിച്ചു കഴിഞ്ഞാല് എന്നെ കുറ്റം പറയണ്ട, എനിക്ക് മുമ്പുള്ള ആളാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല, അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങളൊന്നും അവിടെ സംഭവിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാം അങ്ങ് കൈയൊഴി. സർക്കാർ ഇക്കാര്യത്തിൽ കാര്യമായിട്ട് അഭിപ്രായം പറയുന്നില്ല. കാരണം സർക്കാരിനാണ് ഇതിന്റെ ചുമതലയുള്ളത്. ഇത് എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ നേരെ ചൊവ്വേ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ചുമതല സർക്കാരിനാണുള്ളത്. സർക്കാർ ഇപ്പം മറ്റു വിഷയങ്ങളിലാണ്. അവര് ആഗോള അയ്യപ്പ സംഗമം നടത്തുക, പ്രായശ്ചിത്ത പരിഹാര കർമ്മങ്ങളൊക്കെ നടത്തുക, ആ രീതിയിലാണ് സർക്കാർ പോകുന്നത്. അപ്പൊ ആർക്കും ഉത്തരവാദിത്വമില്ല. കുറച്ച് കരാറുകാര് ഭക്തന്മാരാണെന്നാണ് പറയുന്നത്. പരമഭക്തനാണെന്നാണ് പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് ഞാൻ ഭക്ത ശിരോമണിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഭക്ത ശിരോമണിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ അവിടുത്തെ ആഭരണങ്ങളെ, മുതൽക്കൂട്ടുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന, സ്വർണങ്ങളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന, അതിന്റെയൊക്കെ കസ്റ്റോഡിയനായിട്ടുള്ള, അതിന്റെയൊക്കെ രേഖ സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണം കമ്മീഷണറെക്കാട്ടിൽ അറിവുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും നമ്മൾ മുമ്പ് കേട്ടതാണ്. അത് സ്ട്രോങ് റൂമിനകത്തുണ്ട്. പീഠം അല്ലേ, നമ്മുടെ ദ്വാരപാലക ശില്പങ്ങളെ താങ്ങുന്ന പീഠം സ്ട്രോങ് റൂമിനകത്ത് ഇരിപ്പുണ്ടെന്ന് വരെ അദ്ദേഹം പറഞ്ഞു. തുടർന്നാണ് ഈ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായത്. അതേസമയം വിജിലൻസിനോട് ദേവസ്വം അന്ന് ആവശ്യപ്പെട്ടു, കോടതി ആവശ്യപ്പെട്ടു, നിങ്ങൾ ഇതൊക്കെ ഒന്ന് പരിശോധിക്കുക, എന്ത് അവിടെ നടക്കുന്നത്, ശബരിമല സന്നിധാനത്ത് എന്താ നടക്കുന്നത്, എന്ത് ചോദിച്ചു കഴിഞ്ഞാലും കൃത്യമായ രജിസ്റ്റർ ഇല്ല, ഉത്തരമില്ല. ആരോടാണ് ചോദിക്കേണ്ടത്? ഉത്തരവാദിത്തപ്പെട്ടവരൊന്നും അറിഞ്ഞിട്ടില്ല. അവിടുന്ന് ദ്വാരപാലക ശില്പങ്ങൾ ഇറക്കിക്കൊണ്ട് പോയത് ആരും അറിഞ്ഞിട്ടില്ല. അത് ആദ്യം അറിയേണ്ട ദേവസ്വം ബെഞ്ചിനെ അറിയിച്ചിട്ടില്ല. അവിടെ ഒരു സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ട്, അദ്ദേഹത്തെ പോലും അറിയിച്ചിട്ടില്ല. അങ്ങനെ കോടതിക്ക് ആകെ സംശയമായി. കോടതിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ദ്വാരപാലക ശില്പങ്ങളിലെ 50 പവൻ പൂശിയ 50 പവൻ മാത്രമല്ല, 5 കിലോ സ്വർണം പോലും കാണുന്നില്ല. മുമ്പ് പൂശിയിരുന്ന പൊതിഞ്ഞിരുന്ന 5 കിലോ സ്വർണം, ഏതാണ്ട് 5 കോടി രൂപയുടെ വസ്തുക്കൾ നഷ്ടപ്പെടുകയാണ്. ഭഗവാന്റെ വസ്തുക്കളാണ്, ഭഗവാന് ഭക്തന്മാർ അറിഞ്ഞ് സമർപ്പിക്കുന്നതാണ് അല്ലേ. അതിന്റെ നമ്മളെ മാർക്കറ്റ് വില വെച്ചിട്ട് അതിന്റെ മൂല്യത്തെ നിശ്ചയിക്കരുത്. എങ്കിലും കോടതി ശക്തമായിട്ട് ഇടപെട്ടു. അതിശക്തമായിട്ട് ഇടപെട്ടിട്ട് ദേവസ്വം വിജിലൻസ് കമ്മീഷനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞ് എല്ലാ രേഖകളും കൊണ്ടുവരാൻ പറഞ്ഞു. നിങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ മുഴുവൻ രേഖകളും കൊണ്ടുവരാൻ പറഞ്ഞു. വിളിച്ചു വരുത്തിയ ശേഷമാണ് ഇന്ന് ഉത്തരവ്. ഇന്ന് കർശനമായ ഉത്തരവാണ് വന്നിരിക്കുന്നത്. നിങ്ങളോട് ദേവസ്വം വിജിലൻസ് കമ്മീഷനോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അന്വേഷിക്കണം, നിങ്ങൾ ഇതിന്റെ കൂടെ സമാന്തരമായിട്ട് അന്വേഷിച്ചോളൂ, നിങ്ങൾ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു വിവരവും ആരോടും പറയരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ കണ്ടെത്തലുകളെ സംബന്ധിച്ച് ഒരു പക്ഷെങ്കിലും ഇവിടെ മേലധികാരികളെ, ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരോടാണോ, പോലീസ് ഉദ്യോഗസ്ഥന്മാരോടാണോ, അതോ ഇനി രാഷ്ട്രീയ നേതൃത്വത്തിനോടാണോ, മുഖ്യമന്ത്രി അടക്കമുള്ള, ദേവസ്വം മന്ത്രി അടക്കമുള്ളവരോടാണോ, ആരോടും ഒന്നും പറഞ്ഞേക്കരുത്, ഒരു കാര്യവും വെളിപ്പെടുത്തരുത്. എല്ലാ രേഖകളും അന്വേഷിച്ചിട്ട് കോടതി കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ കൃത്യമായ ഒരു ഉത്തരവും കോടതി ഇറക്കിയിട്ടുണ്ട്. അത് പറഞ്ഞത് ശബരിമല സന്നിധാനത്ത് അവിടുത്തെ മുതൽക്കൂട്ടുകളെ സംബന്ധിച്ച്, സ്വർണ്ണമടക്കമുള്ള കാര്യങ്ങളിലെ മുതൽക്കൂട്ടുകളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം. ആ അന്വേഷണം വെറുതെ ഒരാൾ നടത്തിയാൽ പോരാ. ദേവസ്വത്തിന്റെയോ അല്ലെങ്കിൽ അത്തരം പ്രതിനിധികളൊന്നും പോരാ. ഒരു ജില്ലാ ജഡ്ജിയുടെ റാങ്കുള്ള ഒരു റിട്ടയർഡ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വരട്ടെ. അപ്പൊ ജഡ്ജി എങ്ങനെ തീരുമാനിക്കും എന്നുള്ള കാര്യത്തിലും വളരെ വ്യക്തമായി മറുപടി ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവിലുണ്ട്. പറഞ്ഞിരിക്കുന്നത്, ജഡ്ജിയെ സർക്കാർ നിശ്ചയിച്ചോളുക, നിങ്ങളൊരു പാനൽ തരിക, അതിൽ നിന്ന് ഞങ്ങൾ നിശ്ചയിക്കാം, ദേവസ്വം ബെഞ്ച് നിശ്ചയിക്കാം ഇതിൽ ആര് വേണമെന്നുള്ളത്.
അപ്പൊ എല്ലാ മെറിറ്റോടും കൂടി ഒരാളിനെ തീരുമാനിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതാണ് ദേവസ്വം ബെഞ്ചിന്റെ ഇന്നത്തെ വളരെ സുപ്രധാനമായ വിധിയാണ് ഇതിനകത്തുണ്ടായിരിക്കും. ഹൈക്കോടതിയെ കൊണ്ട് ഇത്തരം ഒരു നിലപാടിലേക്ക് കൊണ്ടുപോയതാണത്. ഹൈക്കോടതിയെ കൊണ്ട് കർശന, കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല, ഒരു വനക്ഷേത്രമാണ് അല്ലെ, മലമുകളിലാണ് ഉള്ളത്. അവിടെ വരുന്നതിന് കണക്ക് ഒരു പറഞ്ഞില്ല, കൃത്യമായ രേഖകളൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ അവസ്ഥ? ഒരു വർഷം ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് സീസൺ സമയത്ത് അവിടെ വരുന്നത്. അവരുടെയൊക്കെ സംഭാവനകള് പിന്നെ നാണയമായിട്ടും സ്വർണമായിട്ടും ഒക്കെ അല്ലേ, എന്തുമാത്രം കോടി രൂപയുടെ വരുമാനമാണ്. ദേവസ്വം ബോർഡ് പുറത്തുവിടുന്ന കണക്ക് പ്രകാരം കഴിഞ്ഞ പ്രാവശ്യം 300 കോടിക്ക് അധികമാണ് വരുമാനം വന്നിരിക്കുന്നത്. അത് സ്വർണത്തിന്റെയൊക്കെ കണക്ക് വേറെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലെ കണക്കുകളൊന്നും സൂക്ഷിക്കുന്നില്ല, രജിസ്റ്ററുകൾ കൃത്യമായിട്ടില്ല, തിരുവാഭരണം കമ്മീഷണർ ഉത്തരവാദപ്പെട്ട ആളുകൾക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇതിന്റെ സമാധാനം? അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വളരെ കർശനമായ തീരുമാനം ഉണ്ടാകും. ഇനി ഇതൊന്നും നടക്കുകയില്ല. ഇപ്പൊ നമ്മൾ ആദ്യം സൂചിപ്പിച്ച സ്വർണ്ണപ്പാളികളെ താങ്ങി നിർത്തുന്ന പീഠങ്ങൾ, സ്വർണ്ണ പീഠങ്ങൾ ഉണ്ടായിരുന്നു, സ്വർണം പൂശിയ പീഠങ്ങൾ ഉണ്ടായിരുന്നു. അത് കാണുന്നില്ല. അങ്ങനെ ഒരു പീഠം ഉണ്ടായിരുന്നുള്ളത് വെളിപ്പെടുത്തിയത് തന്നെ നമ്മൾ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അദ്ദേഹമാണ് ഇതെല്ലാം കണ്ടെത്തുന്നത്. അവിടെ എന്തോ സ്വർണ്ണ പ്രശ്നങ്ങൾക്ക് പിന്നെ പാളികൾക്ക് ദ്വാരപാലക ശില്പങ്ങളിലൊക്കെ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ പീഠങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്, ഇതെല്ലാം കണ്ടെത്തുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഭക്തിയുടെ ഇതുകൊണ്ടായിരിക്കാം അദ്ദേഹമാണ് ഇതൊക്കെ കണ്ടെത്തുന്നത്. കണ്ടെത്തിയ ശേഷം അല്ലെങ്കിൽ അദ്ദേഹത്തോട് ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ സമർപ്പിച്ചതല്ലേ, ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു. അപ്പൊ പോറ്റിയാണ് ഇതെല്ലാം ഏൽക്കുന്നത്. പക്ഷെ ഇന്ന് പോറ്റിയുടെ പ്രസ്ഥാനം വന്നിട്ടുണ്ട്. പോറ്റി പറഞ്ഞത് ഈ പീഠം ഞാൻ അവിടെ സമർപ്പിച്ചപ്പോഴേ അതിന് പാകമായിരുന്നില്ല, ദ്വാരപാലക ശില്പങ്ങൾക്ക് അത് പാകമായിരുന്നില്ല, അതിന് വലിപ്പ കൂടുതലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, ആ ശില്പം അവിടെ പീഠം അവിടെ സ്ഥാപിക്കാൻ പറ്റിയില്ല. താങ്ങുപീഠം അവിടെ അന്നത് സ്ഥാപിക്കാൻ പറ്റിയില്ല. പിന്നെ അത് എന്ത് ചെയ്യും, 2019 ശേഷം 20 ശേഷം ആ പീഠം കാണുന്നില്ല, ആരും അന്വേഷിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ അളവ് വ്യത്യാസം ഉണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും പീഠം സന്നിധാനത്ത് വന്നു കഴിയുമ്പോൾ രജിസ്റ്റർ ചേർക്കേണ്ടതാണ്, അതിനകത്ത് മഹസറിനകത്ത് ചേർക്കേണ്ടതാണത് അല്ലേ. ആ പീഠം വന്ന സമയത്ത് അതിന്റെ അളവ് വ്യത്യാസം ഉണ്ടായിരുന്നത് കൊണ്ട് തിരിച്ചു കൊടുത്തു എന്നൊക്കെയുള്ള രേഖകളൊക്കെ അവിടെ വരേണ്ടതാണ്. അവർക്കൊക്കെ പിന്നെ എന്താ അവിടെ ജോലി? അപ്പൊ എല്ലാം പോറ്റി തന്നെ അങ്ങ് തീരുമാനിച്ചെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് അന്ന് അവിടുത്തെ ഒരു ജീവനക്കാരൻ, നമ്മുടെ ഒരു ജീവനക്കാരനായ എന്തോ കോട്ടയം ആനിക്കാട് സ്വദേശി ഒരു വാസുദേവന്റെ കൊടുത്തു. വാസുദേവന്റെ കൊടുത്ത് ശബരിമലയിലേക്ക് പഠിച്ച പീഠമാണ്, സ്വർണം പൂശിയ പീഠമാണ്. അതൊരു വാസുദേവന്റെ വീട്ടിലിരിക്കുകയായിരുന്നു. ഏതാണ്ട് 3, 4, 5 കൊല്ലം വാസുദേവന്റെ വീട്ടിൽ അതിരിക്കുകയായിരുന്നു. ഇത് വാസുദേവന്റെ വീട്ടിലുണ്ടെന്നുള്ള കാര്യം പോലും ഞാനങ്ങ് മറന്നുപോയെന്നാണ് പറയുന്നത്. മൊത്തം മറവിയോടെ മറവിയാണ് അദ്ദേഹത്തിന്. പക്ഷെ ഈ അടുത്ത സമയത്ത് പ്രശ്നമായി. ദ്വാരപാലക ശില്പ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ പാളിയും പോറ്റി തന്നെയാണല്ലോ കൊണ്ടുപോയത്. അത് സമർപ്പിച്ചതാണ്. അതിന്റെയും അത് പുതുക്കി പണിയുന്നതിനായിട്ട് അദ്ദേഹമാണ് ചെന്നൈയിലുള്ള കമ്പനിയിലേക്ക് അത് കൊണ്ടുപോയത്. ആ കൊണ്ടുപോയ സമയത്ത് ഇതേപോലെ തന്നെ വിവാദങ്ങൾ ഉണ്ടായി. ഇത് ആരോടെ ചോദിച്ചിട്ടാണ് എടുത്തത് അല്ലേ? ദേവസ്വം ചോദിച്ചിരുന്നു. ഇപ്പൊ നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിക്കുകയാണ്, ഇതിന് കേടുണ്ട് എടുത്തോണ്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് സമർപ്പിച്ച ആള് തന്നെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരുടെയോ എങ്ങനെയാണ് ഇത് എടുത്തോണ്ട് പോയെന്നുള്ളതിനെ കുറിച്ച് പോലും വളരെ വ്യക്തതയില്ല. ആരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഇത് എടുത്തെന്നുള്ളതിനെ കുറിച്ച് പോലും വലിയ വ്യക്തതയില്ലാത്ത അവസ്ഥയാണ്. അത് തന്നെ എന്റെ ദേവസ്വത്തിന്റെ സ്പെഷ്യൽ കമ്മീഷണറോ കേരള ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചോ അത് അറിഞ്ഞിട്ടുമില്ല. അവരാണ് ആദ്യം അറിയേണ്ടത്. അപ്പൊ അതിന് അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ എനിക്കത് അറിയത്തില്ലായിരുന്നു, ആ നിയമം അറിയത്തില്ലായിരുന്നുള്ളതാണ്. ചിലപ്പോൾ ശരിയായിരിക്കും, പോറ്റിക്ക് അത് അറിയത്തില്ലായിരിക്കും. പക്ഷെ അവിടെ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരില്ലേ, അവർക്കറിയത്തില്ലേ നിയമം? ദേവസ്വം ബെഞ്ചിനെ അറിയിച്ചിട്ട് വേണം, അല്ലാതെ തോന്നിയ പോലെ നമ്മുടെ വീട്ടിലെ കട്ടളയും പാളി ഇളകിക്കൊണ്ട് പോകുന്ന പോലെ ചെയ്യരുതെന്നുള്ളത് അവർക്കറിയാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് അവർ മൗനമായിട്ട് സമ്മതിച്ചത് അതിനൊക്കെ അത്തരം കാര്യങ്ങളിൽ? അപ്പൊ അങ്ങനെയാണ് പോറ്റിയുടെ വിശദീകരണം വളരെ രസകരമാണ്. പോറ്റി പറയുന്നത് ഈ വാസുദേവൻ കൊണ്ടുപോയത് ഞാൻ ഓർക്കുന്നില്ല, എന്റെ ഒരു ഓർമ്മക്കേട് പറ്റിപ്പോയെന്നാണ് പറഞ്ഞത്. അവസാനം വിവാദമായ സമയത്ത് പോറ്റി തന്നെ രംഗത്തിറങ്ങി എന്നാണ് നമുക്ക് തോന്നുന്നത്. ആ താങ്ങ് പീഠങ്ങള് അത് അവിടെ നിന്ന് എടുത്തു. അല്ലെങ്കിൽ വാസുദേവൻ ഭയന്നു കാണും, ഒരു പക്ഷെങ്കിൽ വിജിലൻസ് വന്ന് പൊക്കിക്കൊണ്ട് പോകുന്നവരും ഭയന്ന് കാണും. എന്തായാലും അദ്ദേഹത്തിന്റെ വാസുദേവന്റെ വീട്ടിൽ നിന്ന് മാറ്റിയിട്ട് പോറ്റി എന്ത് ചെയ്തു, തിരുവനന്തപുരത്തിനടുത്തുള്ള വെഞ്ഞാറമൂടിനടുത്തുള്ള അദ്ദേഹത്തിന്റെ സഹോദരിയുടെ അളിയന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. നോക്കുക, ഒരു ശബരിമല ധർമ്മശാസ്താവിന് സമർപ്പിക്കുന്ന പീഠങ്ങളാണ്. അത് കൊണ്ടുപോയി സ്വന്തം അളിയന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് പെങ്ങളോടെ പറഞ്ഞത് എന്താണ്, ഇത് ഒരു വെറും ഷീൽഡാണ്, കടലാസിൽ പൊതിഞ്ഞൊരു ഷീൽഡ് ഞാൻ കൊണ്ടുവന്നത്, ഇതൊരു ഷീൽഡാ, ഇത് ഇവിടത്തെ ഒരു അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നാണെന്ന് പറഞ്ഞു. അപ്പൊ സൗകര്യം വിശ്വസിച്ചാണ് ആങ്ങളെ കൊണ്ടുവന്ന് വെച്ചു പോകുന്നതല്ലേ.
അവസാനം കഴിഞ്ഞ ദിവസം ദേവസ്വത്തിന്റെ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാര്, അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് വീട്ടിൽ ചെല്ലുമ്പോഴാണ് ആ സ്ത്രീ അറിയുന്നത് ഇത് ഇന്നതാണ് സംഭവം എന്നുള്ളത് അറിയുന്നത്. അപ്പൊ മൊത്തം ഓർമ്മകേടുകളുടെയും അളിയന്റെ വീട്ടിലും ഒക്കെയാണ് ശബരിമലയിൽ സൂക്ഷിക്കേണ്ട പരമപവിത്രമായിട്ട് ഭക്തജനങ്ങൾ കാണുന്ന പല സാധനങ്ങളും പലയിടത്തു നിന്നും ഒക്കെ പൊക്കുകയാണ്. എന്താണ് ഇതിന്റെ അവസ്ഥ പോകുന്നത്? അപ്പൊ ഈ വിഷയത്തെക്കുറിച്ച് നമ്മളിപ്പോ ആഗോള സംഗമവും മറ്റു കാര്യങ്ങളൊക്കെ നടത്താൻ പോയ കൂട്ടത്തില് ഇടയ്ക്കൊന്ന് മറന്നുപോയതാണ് ഈ വിഷയം. ആഗോള സംഗമവും വിവാദവും പിന്നെ മറു സംഗമങ്ങളും ഒക്കെ നടക്കുകയായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഇടയിൽ പലരും വിട്ടുപോയത് വിവാദമാണ്. പക്ഷെ ഹൈക്കോടതിയുടെ ഇന്നത്തെ ഉത്തരവോടുകൂടി വിഷയം വീണ്ടും ഗൗരവതരത്തിലേക്ക് വരികയാണ്. വളരെ ഗൗരവത്തിലേക്ക് അത് മാറുകയാണ്. പലരും സമാധാനം പറയേണ്ടി വരും. മുൻപ് ഉണ്ടായിരുന്ന പ്രസിഡന്റുമാര് സമാധാനം പറയേണ്ടി, ഇപ്പോൾ ഉള്ളവരും പറയേണ്ടി വരും. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ നിലപാടെന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് ശബരിമലയിൽ ഇപ്പൊ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ഭയമാണെന്നാണ് പറയുന്നത്. ഒരു കാര്യവും ചെയ്യാൻ വയ്യ, അവിടെ ചെയ്തു കഴിഞ്ഞാൽ ആകെ വിവാദത്തിലേക്ക് പോവുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അതിന്റെ ചുമതലയുണ്ട്. ആ ചുമതലയുണ്ട്, അത് നിർവഹിക്കാനുള്ള കഴിവും വേണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആ സ്ഥാനത്തിരിക്കാവൂ. അല്ലാതെ ഞാനൊന്നും ചെയ്യുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാനൊരു ചായ പോലും ദേവസ്വത്തിന്റെ വകയായിട്ട് അനധികൃതമായിട്ട് ഒരു ചായ പോലും അവിടുന്ന് വാങ്ങിച്ചു കുടിക്കുന്നില്ലെന്നാണ്. ശരിയാണ്, ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർക്കുള്ള മുറികളുണ്ട്, അവർക്കുള്ള ഭക്ഷണം, ഉച്ചയ്ക്കുള്ള ആഹാരമുണ്ട്, വൈകുന്നേരം കഞ്ഞിയുണ്ട്, ചായ പലഹാരങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. അപ്പൊ ഇതൊക്കെ സൗജന്യമായിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. എങ്കിലും അനധികൃതമായിട്ട് ഒരു ചായ പോലും, അദ്ദേഹത്തിന്റെ സത്യസന്ധത തെളിയിക്കുന്നതിന് അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ്, അതൊന്നും ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞത്. ഇതൊന്നും വാക്കാ പറഞ്ഞാൽ പോരാ, ഇതൊക്കെ കോടതിയുടെ മുമ്പാകെ നിങ്ങൾ തെളിയിക്കണം. കോടതി മുമ്പാകെയാണ് പറയേണ്ടത്, അല്ല ജനങ്ങളോട് ഇതൊന്നും പറഞ്ഞിട്ട് എന്താണ് കാര്യം? പക്ഷെ ദേവസ്വം മന്ത്രി, നമ്മൾ പറഞ്ഞില്ലേ, ദേവസ്വം മന്ത്രി ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു അഭിപ്രായം പറഞ്ഞു വന്നിട്ടുണ്ട്. അദ്ദേഹമാണ് കാര്യങ്ങൾ കുറച്ചുകൂടെ തെളിച്ചു പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇതിനകത്ത് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഈ നമ്മൾ പറയുന്നവരെ എല്ലാം അങ്ങനെ അങ്ങ് നിർദോഷികളെന്ന് കരുതിയിട്ട് നമ്മള് അങ്ങനെ വിലക്കെടുക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഒരു മുഖവിലയ്ക്ക് നമുക്കിത് എടുക്കാൻ പറ്റത്തില്ല. സംശയം ഞങ്ങൾക്കുണ്ട് എന്നത് ദേവസ്വം മന്ത്രി ശ്രീ VM വാസവന്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സർക്കാരിന് ഇക്കാര്യത്തില് കുറച്ചുകൂടി ഒരു ഗൗരവതരമായ രീതിയിലാണ് നീങ്ങുന്നതെന്ന് തോന്നുന്നു. കാരണം ഇത് വലിയ ആരോപണങ്ങളാണ്, അല്ലെ? നിസ്സാരമായ കാര്യങ്ങളായിട്ട് അല്ല, ഈ വെറുതെ നമ്മളെ കെട്ടിച്ചമച്ച കാര്യങ്ങളുമല്ല, കോടതിക്കമായിട്ട് ബോധ്യമായ കാര്യങ്ങളെ കുറിച്ചുള്ളതാണ്. ഒരുപക്ഷെ അവരും ഒക്കെ സമാധാനം പറയേണ്ട കേസുകളാണ്, അല്ലെ? ശബരിമലയിലെ അങ്ങനെ ഒരു എന്തെങ്കിലും പറഞ്ഞാലും ഒരുത്തരെയും വിശ്വസിക്കാനൊക്കത്തില്ല എന്ന് പറയുന്നത് സത്യവുമാണ്. അവിടെ ദേവസ്വത്തിന്റെ ഭക്തന്മാർ സമർപ്പിക്കുന്ന കാണിക്ക വരെ അടിച്ചുകൊണ്ട് പോകുന്നവരാണ് ഉദ്യോഗസ്ഥന്മാർ. ഡ്യൂട്ടിക്ക് വരുന്നവർ എത്ര സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കാണിക്ക എണ്ണാൻ വരുന്നവരുടെ പോക്കറ്റിൽ നിന്നും മറ്റേ ഭാഗങ്ങളിൽ നിന്നും ഒക്കെയാണ് പല സാധനങ്ങളും പിടിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരെയും നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാനതല്ല. ഭക്തന്റെ വേഷത്തിൽ വരുന്ന ധാരാളം ഉദ്യോഗസ്ഥന്മാരും ഉണ്ട് അവിടെ. എന്തായാലും ഒരു വ്യക്തത വരട്ടെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച്, ശബരിമലയെ സംബന്ധിച്ച് നല്ലൊരു വ്യക്തത വരട്ടെ. നമുക്ക് ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ ഓരോരോ മാറി മാറി വരുന്ന ആളുകളൊക്കെ ആണല്ലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിച്ചത്. LDF ആണെങ്കിലും കൊള്ളാം, UDF ആണെങ്കിലും കൊള്ളാം. അവർക്കൊക്കെ അവരുടെ കാര്യങ്ങളാണ്, അവരുടെയൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ് അവിടെ പോകും. പക്ഷെ ഈ പറയുന്ന ഈ സ്വാമിയുടെ ശബരിമല മലമുകളിലിരിക്കുന്ന ഒരു സ്വാമിയെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ദേവസ്വം ബെഞ്ച് ഇതിനിടയിൽ നമുക്ക് വന്നിരിക്കുന്ന വലിയൊരു പ്രകാശഗോപുരമാണ് ഇരിക്കുന്ന ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ്. അവരുടെ ഇന്നത്തെ ഉത്തരവിനെ ഭക്തജനങ്ങൾ അത് പറഞ്ഞില്ല, രണ്ട് കൈയും തൊഴുത് സ്വാഗതം ചെയ്യുമെന്നാണ് എനിക്ക് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം. അതാണ്. എന്തായാലും ഭക്തരെ ഇത്രയും കാലം പറ്റിക്കുകയായിരുന്നോ എന്ന തോന്നൽ കൂടി ഈ അവസരത്തിൽ ഉണ്ടാവുകയാണ്. യഥാർത്ഥത്തിൽ ശബരിമലയിലെ ഓരോ കാര്യങ്ങളും കോടതി അതാത് വകുപ്പുകളോട് അല്ലെങ്കിൽ അതാത് ഡിപ്പാർട്ട്മെന്റുകളോട് ചോദിക്കുമ്പോൾ അവരൊക്കെ കൈമലർത്തുന്ന ഒരു അവസ്ഥയായിരുന്നു കാണാൻ സാധിച്ചത്. എന്തായാലും ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. മുൻ ജഡ്ജിയാണ് അന്വേഷിക്കുന്നത്. തുടക്കത്തിൽ രാജഗോപാൽ സാർ പറഞ്ഞതുപോലെ ശബരിമല ശാസ്താവിനെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നിലവിൽ അവിടെ എത്തുന്ന ഭക്തരും ഹൈക്കോടതിയിലെ ഈ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്ന ജഡ്ജിമാരും ഒക്കെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. വ്യക്തമാണ്. താങ്ക് യു സർ.